Taking my sin, my cross, my shame, rising again, I bless your name. You my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. You are my strength when I am weak. You are the treasure that I seek. You are my all in all. Seeking you at the precious jewel. Lord, to give up, I'd be a fool. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വയനാട് ജില്ലയിൽ വടുവഞ്ചാൽ എന്ന സ്ഥലത്ത് ആപ്പാടം എന്ന സ്ഥലത്താണ് ജനിക്കപ്പെടുന്നത്. ദൈവം സഹായിച്ചത്. അവിടെ എൻ്റെ അച്ഛൻ്റെ പേര് അയ്യപ്പൻ, അമ്മയുടെ പേര് രുക്മിണി. അവരുടെ 7 മക്കളിൽ ഏറ്റവും ചെറിയ മകളായി ജനിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഹൈന്ദവ മാർഗത്തിലുള്ള മധ്യപ്രദേശത്തിലെ കൂടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു. പക്ഷേ എങ്കിലും അന്ന് മുതൽ ഞാൻ ദൈവമേ എന്നൊരൊറ്റ വാക്കേ ഞാൻ പറയാറുള്ളൂ. അമ്പലങ്ങളിലൊന്നും അങ്ങനെ പോകാറില്ല. അങ്ങനത്തെ ഒരു താല്പര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ ദൈവമേ എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയി. സാമ്പത്തികമായി ഞങ്ങൾക്ക് നന്മകളുണ്ടെങ്കിലും ഒന്നും ശരിക്കും അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്തുണ്ടെങ്കിലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. അങ്ങനത്തെ ഒരവസ്ഥ. എപ്പോഴും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, രോഗങ്ങൾ. ഇനി അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥ. അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയുടെ വീട്ടിലാണെങ്കിലും അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ പട്ടിക്കാട് എന്ന സ്ഥലത്താണ്. അമ്മയുടെ വീട് മലപ്പുറം ജില്ലയിൽ പറമ്പൂർ എന്ന സ്ഥലത്താണ്. അങ്ങനെ ഉള്ള സമയത്ത് അവിടെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയോ സമാധാനമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മൂത്ത സഹോദരൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൂത്ത സഹോദരൻ സുരേന്ദ്രകുമാർ. ഏട്ടന് ഒത്തിരി ഈ RSSൻ്റെ നേതാവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾ കേൾക്കും. യേശുവാണ് ഏക രക്ഷകൻ എന്ന് മനസ്സിലാക്കാൻ ഏട്ടനെ സഹായിച്ചു. അങ്ങനെ കേൾക്കാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞു, 33 കോടി ദൈവമുള്ള ഞങ്ങൾക്ക് ആണ് യേശുവാണ് ഏകരക്ഷകൻ എന്ന് തെളിയിക്കാനുള്ള ഒരു ഇത്. ഏട്ടൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ച് ഏട്ടൻ രക്ഷിക്കപ്പെടുവാനും ദൈവത്തെ അറിയുവാനും. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഏട്ടൻ രക്ഷിക്കപ്പെടുവാനും ദൈവത്തെ അറിയുവാനും. കർത്താവ് സക്സസിൻ്റെ ഒരു നേതാവ് കൂടിയായിരുന്നു ഏട്ടന്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പല അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലും RSS നേതാവായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഏട്ടൻ, ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഏട്ടൻ ഇങ്ങനെ യേശുവിനെ അറിയുവാൻ ദൈവം സഹായിച്ചത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയ ഏട്ടനെ അങ്ങനെ വീട്ടുകാർ അറിഞ്ഞു. പ്രശ്നമായി. അച്ഛന് ഭയങ്കര പ്രശ്നമായി. വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങിപ്പോയി. ഏട്ടനൊരു കണ്ണ് സൂക്കടം ഉണ്ടായി. കണ്ണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ്. അവിടെ നിന്ന് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുമെന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ ഏട്ടന് ആത്മഹത്യ അല്ലാതെ വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഏട്ടനെ തോളിലൊരാളിങ്ങനെ കൈകൊണ്ട് തൊട്ടു. ഏകരക്ഷകൻ യേശുവാണ്, യേശു വിശ്വസിക്കുക, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നൊരു ശബ്ദം ഏട്ടനെ കേൾപ്പിക്കുകയും അങ്ങനെ ഏട്ടന് വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. ഏട്ടൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ വിശ്വാസത്തിൽ വരാനിടയായിത്തീർന്നത്. അതുപോലെ ഞങ്ങൾ 2000-ൽ വടക്കുംപാടം ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ഭവനത്തിൽ ഈ വടക്കുംപാടം സഭയിൽ നിന്ന് തന്നെ ഒത്തിരി കുടുംബങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ദേവദാസന്മാരാണെങ്കിലും സുവിശേഷം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അന്നേരം കൂടുതൽ അവരോട് എതിർക്കുക
എന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി എതിർപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്? അച്ഛനില്ലാത്ത സമയത്ത് വന്നാൽ പറയും എനിക്കിത് ഇഷ്ടമല്ല, നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേരോട്. പക്ഷെ ദേഷ്യപ്പെട്ടിട്ടില്ല, സാവകാശം തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. 2013 ദൈവം ഞങ്ങളെ കർത്താവിനെ കണ്ടെത്തുവാൻ, ദൈവത്തെ അറിയുവാൻ സഹായിച്ചു. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ അമ്മ എന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് ചിന്തിച്ചൊരു വ്യക്തി. കാരണം എനിക്ക് ഈ ലോകത്ത് എൻ്റെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്നത് എൻ്റെ അമ്മയായിരുന്നു. ആ അമ്മ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്നൊരൊറ്റ തീരുമാനം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ ഏട്ടൻ എന്നെ ഒരിക്കലും വിളിച്ചു ചോദിച്ചു, മോളെ എനിക്ക് ഇങ്ങനൊരു ചിന്തയില്ലേ, നീ ഇങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഏട്ടന് വരെ തോന്നുന്നതാന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ പറഞ്ഞു ഇല്ല മോളെ, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതാ, നീ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന് എന്നോട് ഏട്ടൻ പറയാനിടയായിട്ടുണ്ട്. സത്യമായിട്ടും ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അമ്മ മരണപ്പെടും എന്ന ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചത്. പക്ഷെ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് എൻ്റെ അമ്മ 2021 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. അതിനു മുന്നേ 2013 ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ക്രിസ്തുവാകുന്ന ചേറ്റിൽ നിന്നും കുഴഞ്ഞ ചെളിയിൽ നിന്നും കിടന്ന എന്നെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ദൈവത്തെ ഇത്രത്തോളം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങൾ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മകളായി തീരുവാൻ തക്കവണ്ണം അടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന Hallelujah! 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 Hallelujah!
this. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast, I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you are behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams into modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. വൈദ്യശാലി വടക്കുംപാടത്തെ വൈദ്യശാലി നാണം കെടുത്തരുത് പോയി ഞാൻ വീണേ
കൈവിട മാട്ടേന്ന് കരയണോ അത് ചിരിക്കണോ എന്നുള്ള പേടിയില്ല. ബോൾസിനെ പൊട്ടിച്ചോ? വീഴല്ലേടാ വീഴല്ലേ